ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 123 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ദാസനായ വ്യക്തി, ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു അടിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിമയായ ഒരു വ്യക്തി തൻ്റെ യജമാനെ നോക്കി യജമാനിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വചനം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മേലും. ഒരു ദാസി, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ദാസിക്ക് യജമാനത്തിയുടെ കയ്യിൽ നിന്നൊരു അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി ദാസി കാത്തിരിക്കുന്നത് പോലെ തന്നെ അവിടെ വായിക്കുന്നു, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് കർത്താവ് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര അനുഗ്രഹമായ ഒരു വചനമാണ്. ദാസൻ്റെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്ക് വന്നതുപോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും, നമുക്ക് ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ. ആ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം നമുക്ക് മറുപടി തരുവാൻ വേണ്ടി നാം ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ തീരണം. അനുഗ്രഹം കിട്ടുന്നത് വരെ മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സഹോദരങ്ങളെ. ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും അടിമകളാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് നോക്കിയിരിക്കണം. 121 സങ്കീർത്തനം പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സകല വിഷയങ്ങൾക്ക് മറുപടി ദൈവത്തിന് തരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.